നിങ്ങൾ വിശ്വസിക്കുന്ന മണ്ടത്തരങ്ങൾ ഡെന്റൽ എഡിഷൻ. നിങ്ങളിൽ അധിക പേരും ഞാനീ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങളും വിശ്വസിക്കുന്നവരായിരിക്കും. ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്നാമത്തെ കാര്യം, പല്ല് ക്ലീൻ ചെയ്താൽ പുളിപ്പ് വരും. ഒരിക്കലുമില്ല. പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ചിലർക്കേ പുളിപ്പ് വരുന്നുള്ളൂ, ചിലർക്ക് വരുന്നില്ല. പുളിപ്പ് വരാനുള്ള കാരണം നിങ്ങളെ പല്ലിൽ ഒന്നുകിൽ ഇനാമൽ തേയ്മാനോ അല്ലെങ്കിൽ ഈ മോണ താഴ്ന്നു പോയിട്ടോ അല്ലെങ്കിൽ പല്ലിന് കേടോ പൊട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അല്ലാതെ പല്ല് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും പല്ല് പുളിപ്പ് വരില്ല. രണ്ടാമത്തെ കാര്യം, പല്ല് നല്ല അമർത്തി തേച്ചാൽ അല്ലെങ്കിൽ ഹാർഡായിട്ട് ബ്രഷ് ചെയ്താലേ പല്ല് ക്ലീൻ ആവുള്ളൂ. ഒരിക്കലുമില്ല. നിങ്ങളെ പല്ലിന് ഇത്ര ഫോഴ്സ് ആവശ്യമില്ല. കൂടുതൽ അമർത്തി നിങ്ങൾ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കാലക്രമേണ നിങ്ങളെ മോണ താഴ്ന്നു പോവുകയും നിങ്ങൾക്ക് നല്ല സെൻസിറ്റിവിറ്റി ഉണ്ടാവുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, പല്ല് ഫ്ലോസ് ചെയ്താൽ ഗ്യാപ്പ് വരും. ഒരിക്കലുമില്ല. പല്ല് ഫ്ലോസിങ്ങിലൂടെ നിങ്ങളെ പല്ലിൻ്റെ ഇടയിലുള്ള ഫുഡ് നീക്കം ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ പല്ലിൽ ഗ്യാപ്പ് വരുത്താൻ ഒരിക്കലും കഴിയില്ല. നാലാമത്തേത്, വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ പല്ല് വെളുക്കും. ഒരിക്കലുമില്ല. വൈറ്റനിങ് ടൂത്ത് പേസ്റ്റിലൂടെ നിങ്ങളെ സർഫസിലുള്ള സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പല്ലിൻ്റെ ഒറിജിനൽ കളർ മാറ്റാൻ ഒരിക്കലും വൈറ്റനിങ് ടൂത്ത് പേസ്റ്റിന് പറ്റില്ല. അഞ്ചാമത്തെ കാര്യം, മധുരം കഴിക്കുന്നതുകൊണ്ടാണ് പല്ല് കേടുവരുന്നത്. ഒരിക്കലുമല്ല. അതിപ്പോൾ നിങ്ങൾ മധുരം കഴിക്കുകയാണെങ്കിലും വേറെ ഏത് ഫുഡ് കഴിക്കുകയാണെങ്കിലും നിങ്ങളെ പല്ലിൽ കുറേ സമയം സ്റ്റിക്ക് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ പല്ല് കേടുവരുള്ളൂ. അതിപ്പോൾ മധുരം തന്നെ ആവണമെന്നില്ല. വേറെ ഏത് ഭക്ഷണമാണെങ്കിലും സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേടുവരും. അടുത്ത കാര്യം, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ഡെന്റൽ ട്രീറ്റ്മെൻറ്റ്സും ചെയ്യാൻ പറ്റില്ല. അത് തെറ്റായ ധാരണയാണ്. നിങ്ങൾക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അധിക ട്രീറ്റ്മെൻറ്റ്സും ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാണ്. മെയിൻലി എക്സ്റേസ് ഒക്കെയാണ് പ്രഗ്നൻസിന് നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുള്ളത്. അതും തന്നെ നിങ്ങൾക്ക് എമർജൻസി ആണെന്നുണ്ടെങ്കിൽ ലെഡ് ഏപ്രൺ ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. അടുത്തത്, പല്ലിൽ വേദന ഒന്നുമില്ലെങ്കിൽ പല്ല് ഓക്കെയാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങളെ പല്ലിൽ വല്ല ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചില സമയത്ത് വേദന ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ സ്വെല്ലിങ് ഉണ്ടാവും, മോണ വീക്ക് ഉണ്ടാവാം. ഇതിനൊന്നും ചിലപ്പോൾ വേദന ഉണ്ടാവണമെന്നില്ല. അപ്പോൾ വേദന മാത്രമല്ല പല്ല് ഹെൽത്തി ആണോ നോക്കുന്നതിൻ്റെ മാനദണ്ഡം. ഇനി അവസാനത്തെ കാര്യം, ഒരു പല്ല് പോയാൽ എന്താ പ്രശ്നം, ബാക്കി 31 ഉണ്ടല്ലോ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഒരു പല്ല് പോയാൽ തന്നെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അടുത്തുള്ള പല്ലുകൾ ഇങ്ങനെ നീങ്ങാൻ തുടങ്ങും. പിന്നെ അത് ഫുഡ് കുടുങ്ങാൻ തുടങ്ങും. അങ്ങനെ പിന്നെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ടാവും. നമ്മളെ പല്ലിങ്ങനെ ഒരു ഹാർമണിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിലൊന്ന് പോയാൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങും. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ 4-5 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രോബ്ലംസ് നിങ്ങളെ വായിൽ കണ്ടു തുടങ്ങും.